ഹലോ ഗൈസ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർകോം യൂണിറ്റ്, അതായത് ബ്ലൂടൂത്ത് ഇൻ്റർകോം നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ ആമോ C30 ഇൻ്റർകോം യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. പിന്നെ നമ്മൾ ആക്സോർ ഹെൽമെറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇൻ്റർകോം യൂസ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 20 റൈഡേഴ്സുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അല്ലാതെ തന്നെ ഹാൻഡ് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാനും മ്യൂസിക് ചെയ്യാനൊക്കെ ഓക്കെയാണ്. ഒരു 1.5 കിലോമീറ്റേഴ്സ് വരെയാണ് ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടുക. സോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആക്സോണിൻ്റെ ഹെൽമെറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റ്സിലും സെയിം ഒരു വേ ഓഫ് ഇൻസ്റ്റലേഷൻ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു 1 ഇയർ വാറൻറ്റി കാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻ്റർകോമിൻ്റെ C30 യൂണിറ്റ് വരുന്നുണ്ട്. ദെൻ JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. ഒരു മൈക്ക് ആൻഡ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. JBL ആയതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ആൻഡ് ദെൻ ദർ ഇസ് എ ക്വിക്ക് ഗൈഡ്, എങ്ങനെയാണ് ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇൻ്റർകോം ഈ ഹെൽമെറ്റിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാം മൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഡസീവ് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. അഡസീവ് മൗണ്ട് ആകുമ്പോൾ ഇത് നമുക്ക് ഹെൽമെറ്റിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഇൻ്റർകോം യൂണിറ്റ് മൗണ്ട് ചെയ്ത് കൊടുക്കാം. ക്ലാം മൗണ്ട് ആകുമ്പോൾ ഇതിൻ്റെ സ്ക്രൂവിനെ ലൂസൻ ചെയ്തിട്ട് ഹെൽമെറ്റിലേക്ക് ടൈറ്റ് ചെയ്ത് വിട്ടിട്ട് ഇൻ്റർകോം കണക്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു USB ചാർജർ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇത് നമ്മുടെ സ്പീക്കറിൻ്റെ സ്പേസേഴ്സ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീക്കർ അവിടെ മൗണ്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ആ ഒരു കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈനേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യണം. 2 സൈഡിൽ വരുന്ന ലൈനേഴ്സും ഹെഡ് പോർഷനിൽ വരുന്ന ലൈനറും നമുക്ക് റിമൂവ് ചെയ്യണം. ഇത് ബട്ടൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും തിരിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. സോ ഉള്ളിലുള്ള 3 ലൈനേഴ്സും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് കാണാം ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ സ്പീക്കർ സെക്യൂർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ കിറ്റിൽ വന്നിട്ടുള്ള സ്പീക്കറിൻ്റെ സ്പേസസ് നമ്മൾ ആദ്യം കാണിച്ചു തന്നു. അതിൽ തന്നെ ഒരു 3M സ്റ്റിക്കർ വരുന്നുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്കാണ് ഈ ഒരു സ്പേസേഴ്സ് പ്ലേസ് ചെയ്യുക. സ്പേസസ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പ്ലേസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം നമ്മൾ 2 സൈഡിലും ഈ ഒരു സ്റ്റിക്കർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് ആ സ്പേസർ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പേസർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെഡ്ഫോൺ കുറച്ചുകൂടി, അതായത് സ്പീക്കേഴ്സ് കുറച്ചുകൂടി നമുക്ക് അടുത്തായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സ്പേസർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെയാണ് നമ്മളിനി സ്പീക്കർ വെച്ച് കൊടുക്കുന്നത്. ഈ സ്പീക്കേഴ്സിൽ തന്നെ അതിൻ്റെ സൈഡ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് എങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. സോ അത് നോക്കിയിട്ട് കറക്റ്റ് അത് പ്ലേസ് ചെയ്യുക. നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെക്കുമ്പോൾ ഇതിൻ്റെ വയർ ബാക്കിലേക്ക് വരുന്ന രീതിയിലാണ് സ്പീക്കർ പ്ലേസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡും നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയേഴ്സ് എല്ലാം ഈ ഒരു ഹെഡ് പോർഷൻ്റെ ഭാഗത്തേക്ക് ബെൻഡ് ആവാത്ത രീതിയിൽ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ ഇടയിലേക്കൊരു ചെറിയൊരു സ്പേസും കൂടെ വരുന്നുണ്ട്. അവിടേക്ക് ബാക്കിയുള്ളതും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു മൈക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സോ മൈക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സ്പീക്കറിൻ്റെയും നമ്മുടെ ചിൻ സ്ട്രാപ്പിൻ്റെയും ബിറ്റ്വീനിലായിട്ടാണ്. ഇതിലൊരു ഡബിൾ സൈഡ് ടേപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അതവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെ നമ്മൾ മൈക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സ്പീക്കേഴ്സും മൈക്കും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വയേഴ്സ് എല്ലാം ഉള്ളിൽ ബെൻഡാവാത്ത രീതിയിൽ ഒരു സെലോ ടേപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു C30 യൂണിറ്റ് ഇതിലേക്ക് മൗണ്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്ലാം മൗണ്ടാണ്, സ്ക്രൂ ടൈപ്പ്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു Allen key ആ കിറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Allen key യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ പൊസിഷൻ വേണ്ടത് ആ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻ്റർകോമും മൈക്കും നമ്മൾ ഹെൽമെറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിക്കാം.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻ്റർകോം യൂണിറ്റ് നമ്മുടെ ഹെൽമെറ്റിൽ ഉണ്ടാവുക. ഇനിയുള്ള ടാസ്ക് ഈ ഒരു വയറാണ്. ഇത് സ്പീക്കറിന് വരുന്നതാണ്. ഇത് ഇനി ഈ ഇൻ്റർകോമിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. അതിന് നമ്മൾ ഉള്ളിൽ വരുന്ന ആ ഒരു ലൈനറിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ആ ഹോൾ ത്രൂ ആണ് ഈ ഒരു വയർ പുറത്തേക്ക് എടുക്കുന്നത്. സോ ദാറ്റ് ഓവർ എക്സസ് ആയിട്ടുള്ള വയറോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് ഉണ്ടാവില്ല. സോ ഇനി നമുക്ക് ആ ഇന്നർ ലൈനേഴ്സ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ആ ലൈനർ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻ്റർകോം കണക്ട് ചെയ്തതിന് ശേഷം ഹെൽമെറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ വയറിന് അത് ഡാമേജ് ഉണ്ടാക്കും. കാരണം ആ ഒരു ബെൻഡ് അവിടെ വരുന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. ഓറൽസ് ഇങ്ങനെ സൈഡ് വേസ് ചെരിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ ബാക്കി ലൈനേഴ്സും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, സോ ഫൈനലി എല്ലാം നമ്മൾ തിരിച്ച് പ്ലേസിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഒരു വയർ അതിലേക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ സ്പീക്കറിൽ നിന്ന് വരുന്ന വയറാണ്. ഇത് ഇൻ്റർകോമിലേക്ക് കണക്ട് ചെയ്യാം. ഇതിലൊരു സ്റ്റോപ്പർ വരുന്നുണ്ട്. സോ അതെങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഈ സ്റ്റോപ്പർ ഇങ്ങനെയാണ് വരിക. അതൊന്ന് പുഷ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെക്യൂറായിട്ട് ഇരുന്നോളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ഒന്ന് ഓൺ ആക്കുക എന്നുള്ളത് നോക്കാം. ഇതിന് മെയിനായിട്ടൊരു സെൻറ്റർ ബട്ടണും 4 സൈഡ് ബട്ടൺസുമാണ് വരുന്നത്. സെൻറ്റർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർകോം ഓൺ ആവും. പക്ഷേ ഇതിൽ ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന 2 ബട്ടൺസ്, അത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസാണ്. അത് അറ്റ് എ ടൈം സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ആവുക. ഇപ്പോൾ ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നോർമലി നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിക്ക് നമുക്ക് ഇൻ്റർകോമിലേക്ക് നമ്മുടെ ഫോൺ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ടേൺ ഓഫ് ചെയ്യണമെങ്കിലും സെൻറ്റർ ബട്ടൺ ഒരു ലോങ് പ്രസ് കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.